പിന്നെ ഒരു എലിമിനേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയാണ്. യൂറിനിലൂടെ എലിമിനേഷൻ നടത്തുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഡീഹൈഡ്രേഷൻ ഉണ്ടാവരുത്. ശരീരത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം നമ്മൾ ഡെയിലി എത്തിക്കണം. അത് വെള്ളം കുടിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഒറ്റയടിക്ക് 1 ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കണതല്ല പറയുന്നത്. നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ടെങ്കിലും കുടിക്കണ പോലെ. അത്ര സ്പീഡിൽ 1 ലിറ്ററൊന്നും ഒന്നിച്ച് കുടിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ മണിക്കൂറിൽ അത് പിന്നെ നമ്മളെ ശീലമായി മാറിക്കൊള്ളും. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും ഒക്കെ നല്ലോണം വെള്ളം വരുന്നുണ്ട് എന്ന് വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം കുടിക്കരുത്. കാരണം നമ്മുടെ ഡൈജസ്റ്റീവ് ഹോർമോൺസൊക്കെ ഡയല്യൂട്ടായി പോവും ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിക്കുമ്പോൾ. ഭക്ഷണത്തിൻ്റെ തൊട്ട് മുന്നേയും കുടിക്കരുത്, ഭക്ഷണത്തിനൊപ്പം കുടിക്കരുത്, ഭക്ഷണം കഴിച്ച ഉടനെയും കുടിക്കരുത്. ഇനി ഇൻ കേസ് കുടിക്കണമെന്ന് നിർബന്ധം തോന്നുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മൾ പച്ചക്കറിയിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വാല് ഭാഗവും തണ്ട് ഭാഗമൊക്കെ, അതുപോലെ ക്യാരറ്റിൻ്റെ ഒക്കെ നമ്മൾ പീൽ ചെയ്ത് വെക്കുന്ന സ്കിന്ന്, ഇതെല്ലാം കൂടെ ഇട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കിയെടുക്കുക. ആ സൂപ്പ് നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കണമെന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് ഈ സൂപ്പ് കുടിക്കാം. കാരണം അത് ഭക്ഷണം തന്നെയാണ്. അത് ഈ പറഞ്ഞ ഡൈജസ്റ്റീവ് ഹോർമോൺസിനെയൊന്നും ഡയല്യൂട്ടാക്കില്ല. അപ്പം നമ്മൾ പറഞ്ഞത് കിഡ്നി വഴിയുള്ള എലിമിനേഷൻ ഭംഗിയാക്കാൻ വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിന് ഉറപ്പ് വരുത്തുക. നമ്മൾ നന്നായി വിയർക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ചില ആളുകൾക്ക് വിയർക്കുകയില്ല, വെയിൽ കൊണ്ടാലും വിയർക്കില്ല, എന്ത് ചെയ്താലും വിയർക്കില്ല എന്ന് പറയും. അപ്പോൾ അവിടെ എലിമിനേഷൻ ത്രൂ സ്കിന്ന് നടത്തേണ്ടിയിരിക്കുന്ന എലിമിനേഷൻ പ്രോപ്പറായി നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്കിന്നിലൂടെ നല്ല രീതിയിൽ നമുക്ക് എലിമിനേഷൻ നടക്കുന്നുണ്ട്. ചെറിയ പോർസ് നമ്മളെ സ്കിന്നിൽ ആകമാനമുണ്ട്, അതും ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ടോക്സിനെ കളയുന്നുണ്ട്. അപ്പോൾ സ്കിന്ന് എത്രത്തോളം എലിമിനേഷൻ നടത്തുന്നു എന്നുള്ളത് ഈ പറഞ്ഞ ഹോൾസ് എത്രത്തോളം പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ നന്നായി പൗഡറൊക്കെ ഇട്ട് സ്കിന്നിൻ്റെ സുഷിരങ്ങളൊക്കെ അടച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ സ്കിന്നിലൂടെയുള്ള ഈ പറഞ്ഞ ബ്രീത്തിങ് പ്രോപ്പറായി നടക്കില്ല. പെർഫ്യൂം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കെമിക്കലുകൾ, ക്രീമുകൾ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ഈ പറഞ്ഞ സുഷിരങ്ങളൊക്കെ മെല്ലെ മെല്ലെ അടഞ്ഞു പോകും. അപ്പോൾ അതിനെയെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യിപ്പിക്കാൻ പറ്റണം. തീരെ വിയർക്കുന്നില്ല എന്നുള്ളവർ മാത്രം ഒരു സ്റ്റീം ബാത്ത്, സ്ഥിരമായിട്ട് സ്റ്റീം ബാത്തും ചെയ്യുന്നത് നല്ലതല്ല. വല്ലപ്പോഴും ഒരു സ്റ്റീം ബാത്തൊക്കെ എടുത്ത് ഈ സ്കിന്നിൻ്റെ സുഷിരങ്ങളെയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യിപ്പിക്കുക. പിന്നെ എന്താ എലിമിനേഷൻ ബൗൾസിലൂടെ ഉള്ളത് നല്ല മോഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂട്രീഷനും സർക്കുലേഷനും ഒക്കെ പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ മോഷൻ ഒരു കാരണവശാലും ബ്ലോക്ക് ചെയ്യപ്പെടില്ല, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല. നല്ല ശോധന ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഉണ്ടാവേണ്ട സെൻസേഷൻ ടോയ്ലറ്റിൽ പോകുക എന്നുള്ളതായിരിക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മോഷൻ കറക്റ്റ് ചെയ്യിപ്പിക്കുക. സാറ് പറഞ്ഞതുപോലെ രാത്രിയിലത്തെ ഭക്ഷണമെങ്കിലും പഴങ്ങളാക്കി മാറ്റുക. ഒരു കാരണവശാലും കുക്ക് ചെയ്ത ഭക്ഷണം രാത്രി സമയത്ത് ഒഴിവാക്കുക. പക്ഷേ എന്നിരുന്നാലും നമുക്ക് വല്ലപ്പോഴും കഴിക്കേണ്ടി വരും, പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കേണ്ടി വരും. നമ്മളൊരു സോഷ്യൽ ബീയിങ് ആയതുകൊണ്ട് തന്നെ ഫങ്ഷനുകൾ ഉണ്ടാവും, പോകേണ്ടി വരും, ഭക്ഷണം കഴിക്കേണ്ടി വരും, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി സേഫായിട്ട് ഉള്ളതാണെന്ന് നമുക്ക് തോന്നുന്നത് ആഹരിക്കുക. ഇനി എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ഭക്ഷണം തെറ്റിപ്പോയി എന്ന് നമുക്ക് തന്നെ തോന്നിയാൽ അടുത്ത ദിവസം ഒരു ഉപവാസം എടുത്തേക്കുക. ഇതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പെങ്കിലും ശരീരത്തിന് കൊടുക്കാനുള്ള ഒരു വിവേകമെങ്കിലും നമ്മുടെ ശരീരത്തോട് കാണിക്കുക. അവിടെ ശരീരത്തിന് ക്ലിയർ ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ ന്യൂട്രീഷൻ, സർക്കുലേഷൻ, എലിമിനേഷൻ, ഒന്നുകൂടിയുണ്ട് റിലാക്സേഷൻ. നമുക്ക് എത്രത്തോളം റിലാക്സ് ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം നമ്മുടെ മനസ്സിനെ കാമാക്കി നിർത്താൻ സാധിക്കുന്നു, എത്രത്തോളം സ്ട്രെസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ പൂർണ്ണമായ ആരോഗ്യവും മനസ്സും ഇരിക്കുന്നത്. അപ്പോൾ നിരന്തരമായി നമുക്ക് നെഗറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോഴും സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോഴും നമ്മുടെ ശരീരത്തിലുള്ള, നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഒരുപാട് ടി സെല്ലുകളുണ്ട്, കപ്പ് സെൽസുകളുണ്ട്. ഇവരൊക്കെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തകർ.
അല്ലേ? അൺവാണ്ടഡ് ആയിട്ടുള്ള ആരെങ്കിലും ഇങ്ങോട്ട് എൻ്റർ ചെയ്താൽ, അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യം, വൈറസ്, ബാക്ടീരിയ എന്തോ ആവട്ടെ, എന്തെങ്കിലും എൻ്റർ ചെയ്താൽ അതിനെ ഓടിച്ചു വിടേണ്ടിയിരിക്കുന്നത് ഈ പറഞ്ഞ പ്രതിരോധ ജോലി ചെയ്യുന്ന സെല്ലുകളാണ്. അപ്പം ഈ സെല്ലുകൾ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രെസ് വളരെ കുറവായിരിക്കണം. സ്ട്രെസ് കുറവായിരിക്കുക എന്നുള്ളതിനേക്കാളും ഫ്രീക്വൻ്റ് ആയിട്ട് നെഗറ്റീവ് ഇമോഷൻസിലൂടെ കടന്നു പോവേണ്ടി വരരുത്. കാരണം ഈ നെഗറ്റീവ് ഇമോഷൻസിലൂടെ പോവേണ്ടി വരുമ്പോൾ ശരീരത്തിൽ എപ്പോഴും കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കൂടും, എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ കൂടും. ഇത് എക്സസ് ആയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡാമേജിങ് ആണ് ശരീരത്തിന്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പ്രതിരോധ സെല്ലുകളെയാണ് ഇതിൻ്റെ അമിതമായിട്ടുള്ള ബ്ലഡിൽ വരുന്ന റിട്ടൻഷൻ കുഴപ്പത്തിലാക്കുന്നത്. അതുകൊണ്ട് പരമാവധി നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിന് പറ്റണം. അത് നേരത്തെ പറഞ്ഞ യോഗ, മെഡിറ്റേഷൻ ഏറ്റവും ഭംഗിയായി ചെയ്യും. ഈ ഒരു ഭക്ഷണ രീതിയിൽ നമ്മളെ മനസ്സിനെ ഒരുപാട് നമുക്ക് കാമാക്കി നിർത്താൻ സാധിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് മറ്റാരോടെങ്കിലും സംസാരിക്കുക. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരോ ആരോടെങ്കിലും ഒന്ന് നമ്മളിത് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഒരു പരിധി വരെ നമ്മുടെ ഭാരം നന്നായിട്ട് കുറയും. നമുക്ക് ഒരുപാട് വഴികൾ കിട്ടും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ സ്ട്രെസ്സും ക്യാരി ചെയ്ത് അതിനെ വീണ്ടും വീണ്ടും കൂട്ടിക്കൂട്ടി വലിയ രീതിയിലുള്ളൊരു മാനസിക തകർച്ചയിലേക്ക് നമ്മൾ പോവാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും ലഘുവായി നമുക്ക് ചെയ്യാൻ പറ്റാത്തതിലായിട്ട്. അപ്പുറത്ത് ഇതിലൊന്നുമില്ല. നമ്മൾ ഒരു എന്താ പറയുക, ആദ്യമേ ഞാൻ പറഞ്ഞു, ജീവിതം എന്ന് പറയുന്നത് കുറേ സ്റ്റേജസിലൂടെ കടന്നു പോവുകയാണ് അല്ലേ? നമ്മുടെ ബാല്യവും കൗമാരവും ഇന്നലത്തെ മാതൃഭൂമിയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ഒരു പഠനം നടന്നിട്ട് ഉള്ളൊരു റിപ്പോർട്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ലൈഫ് ലോങ് ആണ്. അപ്പം നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റേജിലും നമ്മൾ ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ആവശ്യപ്പെടുന്ന ഓരോന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആ കുഞ്ഞ് ആഗ്രഹിക്കുന്നത് കെയറാണ്, അല്ലെങ്കിൽ അത് കരയുന്ന സമയത്ത് ആരുടെയെങ്കിലും ഒരു പ്രസൻസാണ്. അവിടെ തുടങ്ങിയിട്ട് ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ രണ്ടും, ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത് പോലെ, വിശ്വാസം ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സമയമാണ് ചൈൽഡ്ഹുഡ്. അത് ഡെവലപ്പ് ചെയ്യാതിരിക്കുകയും കുഞ്ഞ് കിടന്ന് അവിടെ നിന്ന് കരയണം, ആരും തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ളൊരവസ്ഥയിൽ കുഞ്ഞിന് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് വിശ്വാസമില്ലായ്മയാണ്. അത് തുടങ്ങിയിട്ട് ഓരോ സ്റ്റേജിലും മനുഷ്യർ ഓരോരോ ഡെവലപ്മെൻ്റൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയാലും, എന്താ പറയുക, ഒരു ലീഡർഷിപ്പ് എടുക്കുന്നതായാലും, കെയറിങ് ആയാലും, ഓരോ ഘട്ടങ്ങളിലൂടെ ഓരോ ക്രൈസിസുകളിലൂടെ നമ്മളെ ജീവിതം കടന്നു പോകുന്നുണ്ട്. അപ്പം ഈ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ ഘട്ടത്തിൻ്റെയും വിജയം എന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് പകരുകയും അവിടെ വിജയിക്കാനുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ ഒരു പാകത നമുക്ക് വരുത്താനും സാധിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഫെയിൽ ചെയ്തു പോകുന്ന ഒരാൾക്ക്, ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് ആവുമ്പോൾ, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ അവർക്ക് വേണ്ടത് കുറച്ചും കൂടെ ടീച്ചേഴ്സൊക്കെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യും. അവിടെ ഒരു ഇൻഫീരിയോറിറ്റി ആണ് കുട്ടിക്ക് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു കോംപ്ലക്സ് ആണ് പിന്നീട് അതിനടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കുട്ടിക്ക് ഒരു ധൈര്യം ഉണ്ടാവില്ല. അപ്പം ഈ പറഞ്ഞ ഓരോ ഘട്ടത്തിലും ഇതുണ്ട്. അതെല്ലാം സക്സസ്ഫുള്ളി പാസ്സായി നമ്മൾ അവസാനം വന്നെത്തുന്നതാണ് ഒരു സക്സസ്ഫുൾ ഏജിങ്ങിലേക്ക് എത്തും. അവിടെയും നമ്മൾ ഈ പറഞ്ഞ ക്രൈസിസുകളൊക്കെ ഉണ്ട്. ആ ഒരു ഏജിൽ ഒരു 60s ഒക്കെ എത്തുമ്പോൾ, 65 ഒക്കെ എത്തുമ്പോൾ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ അച്ചീവ് ചെയ്തു, അറ്റ്ലീസ്റ്റ് എൻ്റെ ആരോഗ്യമെങ്കിലും എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളിടത്ത് നമ്മളൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ് നിൽക്കുന്നത്. ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നിടത്താണ് ഒരുപാട് നഷ്ടപ്പെടലുകൾ ആ ഒരു ഏജിലേക്ക് വരുമ്പം, ഒരു 50s അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കുറേയും കൂടെ നേരത്തെ ആളുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം എൻ്റെ ആരോഗ്യം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ ഒരു അച്ചീവ്മെൻ്റ് ഒരു വ്യക്തിക്ക് കാണാൻ പറ്റുന്നിടത്ത് അവരുടെ യൗവനം എന്ന് പറയുന്നത് മരണം വരെ തുടർന്നു പോകുന്നത് തന്നെയാണ്. മരണം എന്നുള്ളതും വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് വരണം, അല്ലേ? ഒരു പൂവ് കൊഴിഞ്ഞ് വീണ് പോകുന്നത് പോലെ മരിക്കാൻ പറ്റണം. ആരോഗ്യത്തോടെ ആനന്ദത്തോടെ മരിക്കാൻ പറ്റുന്നിടത്താണ് ഒരു ജീവിതം പൂർണ്ണമാവുന്നത്. രോഗം വന്ന് കഷ്ടപ്പെട്ട് മരിച്ചു പോവേണ്ടതല്ല ഒരു ശരീരവും.
അപ്പം നല്ല ജീവിതം ജീവിക്കുന്നത് പോലെ തന്നെ നല്ല മരണം കൂടെ സാധ്യമാകാൻ പറ്റുന്നതായിരിക്കണം ഒരാളുടെ നല്ല ജീവിതം എന്നുള്ളത്. ഓക്കെ.